Hello, good morning. Today we are going to discuss something about pharmaceuticals. അപ്പോൾ ഈ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പെട്രോളിയം കെമിക്കൽസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോർഷനാണ് ഫാർമസ്യൂട്ടിക്കൽസ്. ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ദ കോമ്പൗണ്ട്സ് മാനുഫാക്ചേർഡ് ഫോർ യൂസ് ആസ് മെഡിസിനൽ ഡ്രഗ്സ് ആർ നോൺ ആസ് ഫാർമസ്യൂട്ടിക്കൽസ്. മെഡിസിനൽ ഡ്രഗ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു ഫസ്റ്റ് കാറ്റഗറി, അതായത് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ വേറൊരു നെയിമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഒരു ഡ്രഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ്, ക്യൂർ, പ്രിവെൻഷൻ ഓർ ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ഓർ യൂസ്ഡ് ടു അതർവൈസ് എൻഹാൻസ് ഫിസിക്കൽ ഓർ മെൻ്റൽ വെൽബീയിങ് ഈസ് കോൾഡ് എ മെഡിസിൻ ഓർ എ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്. അതായത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അത് ട്രീറ്റ്മെൻറ്റിനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസിൻ്റെ ക്യൂറിനാവാം, അതല്ലെങ്കിൽ പ്രിവെൻഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കെമിക്കലാവാം. ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കെമിക്കൽസിനെയും നമ്മൾ ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ വട്ട് യു മീൻ ബൈ എ ഡ്രഗ്, അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട കാര്യം അതാണ്. അതായത് കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ക്യൂറിങ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് എ ഡിസീസ് ഓർ ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ്. ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് കോമ്പൗണ്ട്സിനെ നമ്മൾ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഡ്രഗ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഡ്രഗിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം 3 ടൈപ്പ് പേരുകളാണ് ഒരു ഡ്രഗിന് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ നെയിം, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ജനറിക് നെയിം, ആൻഡ് ദ തേർഡ് വൺ ഈസ് എ ട്രേഡ് നെയിം. അപ്പോൾ എന്താണ് കെമിക്കൽ നെയിം, എന്താണ് ജനറിക് നെയിം, എന്താണ് ട്രേഡ് നെയിം എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പാരസെറ്റമോളിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം, പാരസെറ്റമോൾ എന്ന് പറയുന്നത് 4-അസറ്റമിഡോഫീനോളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല. അതാണ് അതിൻ്റെ കെമിക്കൽ നെയിം. പക്ഷെ നമ്മൾ പറയുന്ന പേര് അതിൻ്റെ ജനറിക് നെയിമാണ്. ജനറിക് നെയിം എന്ന് പറയുന്നത് ആണ് അതിൻ്റെ പാരസെറ്റമോൾ എന്ന് പറയുന്ന പേര് അതിൻ്റെ ജനറിക് നെയിമാണ്. എല്ലാവരും അറിയപ്പെടുന്നൊരു പേരാണ് ജനറിക് നെയിം. ഇനി പാരസെറ്റമോളിൻ്റെ വേറെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡോളോ, കാൽപോൾ എന്നൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെ ട്രേഡ് നെയിം. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡോളോ, കാൽപോൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാരസെറ്റമോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊരു ഡ്രഗിനും അങ്ങനെ 3 പേരുണ്ടാവും: ജനറിക് നെയിം, കെമിക്കൽ നെയിം ആൻഡ് ട്രേഡ് നെയിംസ്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് പാരസെറ്റമോൾ തന്നെയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഈ പാരസെറ്റമോൾ, നിങ്ങൾക്ക് പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പോൾ ഫിഗറിൽ കാണുന്നത്. അതിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് N for hydroxyphenyl ethanamide or 4-acetamidophenols. ആൻഡ് ദ ജനറിക് നെയിം പാരസെറ്റമോൾ ആണ്. ട്രേഡ് നെയിം കാൽപോൾ, ഡോളോ, മെറ്റസിൻ, ക്രോസിൻ എക്സെട്ര. ഈ സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ കെമിക്കലി ദറ്റ് ഈസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്, അതാണ് അതിൻ്റെ കെമിക്കൽ നെയിം. ജനറിക് നെയിമിലാണ് നമ്മൾ കേൾക്കുന്നത് ആസ്പിരിൻ എന്നുള്ളത്. ട്രേഡ് നെയിം ആസ്പിൻ, ASA, ആസ്കാഡ്, ആസ്പിഡോട്ട് എക്സെട്ര. അതൊക്കെയാണ് അതിൻ്റെ ട്രേഡ് നെയിംസ്. അപ്പോൾ ഈ ആസ്പിരിൻ യൂസ് ചെയ്യുന്നത് ദറ്റ് ഈസ് ടു പ്രിവെൻറ്റ് പ്ലേറ്റ്ലെറ്റ് കൊയാഗുലേഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു റെഡ്യൂസ് ഫീവർ, പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. അങ്ങനെയുള്ള യൂസസ് ആണ് ആസ്പിരിനുള്ളത്. അപ്പോൾ എന്താണ് കെമിക്കൽ നെയിം, എന്താണ് ജനറിക് നെയിം, എന്താണ് ട്രേഡ് നെയിം എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 എക്സാമ്പിൾസും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് കുറച്ച് ക്ലാസസ് ഓഫ് ഡ്രഗ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. 5 ടൈപ്പ് ഡ്രഗ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ടൈപ്പ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ആൻറ്റിപൈററ്റിക്സ് ആണ്, രണ്ടാമത്തത് ആൻറ്റിബയോട്ടിക് ആണ്, മൂന്നാമത്തത് അനാൽജസിക് ആണ്, നാലാമത്തത് അൻറ്റാസിഡ്സ് ആണ്, അഞ്ചാമത്തത് സെപ്റ്റിക് ആണ്. അപ്പം ഇതിൽ കൂടുതൽ ക്ലാസസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് ഈ 5 ടൈപ്പ്
ഡ്രഗ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ആൻറ്റിപൈററ്റിക്സ്. എന്താണ് ആൻറ്റിപൈററ്റിക്സ്? ആൻറ്റിപൈററ്റിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ഫീവർ. അതായത് പനി കുറക്കാൻ, നമ്മൾ ബോഡി ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്സാമ്പിൾസും മനസ്സിൽ വന്നിട്ടുണ്ടാവണം. കാരണം ബോഡി ടെമ്പറേച്ചർ കുറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താണ്? പാരസെറ്റമോളാണ്. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പാരസെറ്റമോൾ എഴുതാം. അപ്പം ഏതൊരു ക്ലാസ് ഓഫ് ഡ്രഗിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾ ചെയ്യേണ്ടത് ആൻറ്റിപൈററ്റിക്സ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക, പ്ലസ് ഒരു എക്സാമ്പിളും പഠിച്ചിരിക്കുക. അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ഫീവർ, ദറ്റ് ഈസ് ഡ്രഗ്സ് ദാറ്റ് റെഡ്യൂസ് ദ ബോഡി ടെമ്പറേച്ചർ ഇൻ ഫീവർ. അപ്പോൾ എക്സാമ്പിൾ പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ ഓർത്ത് വെക്കുക. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിനാസെറ്റിനാണ്, വിച്ച് ഈസ് കെമിക്കലി 4-ethoxyphenyl acetamide ആണ്, സംതിങ് റിലേറ്റഡ് ടു പാരസെറ്റമോൾ. പിന്നെ വേറെയും ആൻറ്റിപൈററ്റിക്സ് ഉണ്ട്, ഇബൂപ്രോഫൻ, നാപ്രോക്സൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാരസെറ്റമോൾസ് ഉണ്ട്. അപ്പം ഏതെങ്കിലും 2 എക്സാമ്പിൾസ് പഠിച്ചിരിക്കാം. അപ്പോൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുമ്പോൾ, പൈററ്റിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചറാണ്. സോ ആൻറ്റിപൈററ്റിക്സ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാകും അങ്ങനെ മനസ്സിലാക്കിയാൽ. സോ സെക്കൻഡ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അനാൽജസിക്സ് ആണ്. അനാൽജസിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റിലീവ് പെയിൻ. അങ്ങനെ എഴുതിയാൽ മാത്രം തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അനാൽജസിക്സ് ആർ ഡ്രഗ്സ് ദാറ്റ് റിലീവ് പെയിൻ. ഈ അനാൽജസിക്സ് ദാറ്റ് ആർ ക്ലാസിഫൈഡ് into 2: non-narcotic and non-addictive analgesics and narcotic analgesics. അതായത് അനാൽജസിക്സ് പെയിൻ റിലീവർ ആയതുകൊണ്ട് തന്നെ നാർക്കോട്ടിക്കും നോൺ നാർക്കോട്ടിക്കും ഉണ്ട്. ഈ നോൺ നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ എക്സാമ്പിൾസ്. നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് പോലെയുള്ള ആസ്പിരിൻ പോലെയുള്ള മെഡിസിൻസൊക്കെ നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. അതെന്താണ് നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ നോട്ട് പ്രൊഡ്യൂസിങ് എനി സ്ലീപ്പ് ഓർ അൺകോൺഷ്യസ്നെസ് നോർ അഡിക്ഷൻ ഇൻ എനി പേഴ്സൺ യൂസിങ് ദം. ദാറ്റ് മീൻസ് നമുക്കറിയാം പെയിൻ റിലീവർ എന്ന് പറയുമ്പം പിന്നെ സെഡേഷൻ കൊടുത്തിട്ട് പെയിനെ റിലീവ് ചെയ്യിക്കുന്ന മരുന്നുകളുണ്ട്. അതല്ലാതെ സെഡേഷൻ ഇല്ലാതെ സ്ലീപ്പ് അല്ലെങ്കിൽ അൺകോൺഷ്യസ്നെസ് ഇല്ലാതെ പെയിൻ റിലീവ് ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ളതാണ് ഈ നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ആസ്പിരിൻ, അതേപോലെ ഇബൂപ്രോഫൻ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്താണ്? നോൺ നാർക്കോട്ടിക് ആണ്, നോൺ അഡിക്റ്റീവ് ആണ്. അത് അഡിക്ഷന് വിധേയമാവുന്നില്ല. നമുക്ക് നമ്മളെ CNSനെയൊക്കെ ബാധിച്ചിട്ട് നമുക്ക് അൺകോൺഷ്യസ് ആവുക, അങ്ങനെയുള്ള മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻ റിലീവേഴ്സ് ഒന്നും എന്തല്ല? നാർക്കോട്ടിക് അല്ല, നോൺ നാർക്കോട്ടിക് ആണ്. അതായത് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി അടുത്ത കാറ്റഗറി, അനാൽജസിക്സിൻ്റെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നാർക്കോട്ടിക് അനാൽജസിക്സ് ആണ്. നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയെ നമുക്ക് അറിയാമായിരിക്കും ചിലർക്കെങ്കിലും. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രഗായിട്ട്, ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോർഫിൻ, കൊഡീൻ, അങ്ങനെയുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഈ നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറയുന്നത് ദീസ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി addictive, habit forming, which when administered in medicinal doses relieve pain and produce sleep. അതായത് സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പെയിൻ റിലീവ് ചെയ്യുന്ന മെഡിസിൻസിനെയാണ് നമ്മൾ നാർക്കോട്ടിക് മെഡിസിൻസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ, മേജർ സർജറികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ പേഷ്യൻറ്റിന് സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മരുന്നുകൾ നാർക്കോട്ടിക് അനാൽജസിക്സ് കൊടുക്കാറുണ്ട്. മോർഫിനൊക്കെ ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത് അഡിക്റ്റീവ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ പറയുന്ന ലഹരിയായിട്ടും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ഒന്നും നമുക്ക് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുന്നത്
നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മോർഫിൻ, കൊഡീൻ അങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അനാൽജസിക്, പെയിൻ റിലീവർ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ നോൺ നാർക്കോട്ടിക് ഡ്രഗ്സും നാർക്കോട്ടിക് ഡ്രഗ്സും പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സ് ആണ്. ആൻറ്റിബയോട്ടിക്സ് എന്താണെന്നുള്ളത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോയിങ് ദാറ്റ്. അതായത് an antibiotic is defined as a drug derived from certain microorganisms, example from bacteria, fungi and molds, or produced wholly or partly by chemical synthesis, which in low concentrations inhibits the growth of or destroys disease-causing microorganisms by intervening in their metabolic process. അതായത് antibiotics are drugs that are used to prevent some actions of microorganisms, and the important property is that they are derived from certain microorganisms like bacteria, fungi, etc. അതായത് അവർ മൈക്രോ ഓർഗാനിസംസിന് എതിരെ ആക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ദ പ്രോപ്പർട്ടീസ്, പെക്യുലാരിറ്റി ഈസ് ദാറ്റ് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം സർട്ടൈൻ മൈക്രോ ഓർഗാനിസംസ്. അവർ ഉണ്ടാക്കിയിട്ടുള്ളത് സർട്ടൈൻ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് പെൻസിലിനാണ്. പിന്നീട് കുറേ ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചു. ആംബസിലിൻ, അമോക്സിസിലിൻ. നമ്മൾ തന്നെ കുറേ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആംബസിലിൻ, അമോക്സിസിലിൻ, അതേപോലെ എരിത്രോമൈസിൻ, അസിത്രോമൈസിൻ എന്നൊക്കെ പറയുന്നത് കുറേ ആൻറ്റിബയോട്ടിക്സിൻ്റെ പേരുകളാണ്. അപ്പം എന്താണ് ആൻറ്റിബയോട്ടിക് എന്നുള്ള ഡെഫിനേഷൻ പഠിക്കുക, 1-2 എക്സാമ്പിൾസ് ഓർത്തിരിക്കാം. നെക്സ്റ്റ് കാറ്റഗറി അൻറ്റാസിഡ്സ് ആണ്. അൻറ്റാസിഡ്സ് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട് നമുക്ക് അഗെയിൻസ്റ്റ് ആസിഡ്. അതായത് നമ്മൾ സ്റ്റൊമക്കിൽ കൂടുതൽ ഹൈപ്പർ ആസിഡിറ്റി വരുമ്പം അതിനെതിരെ കഴിക്കുന്ന മെഡിസിൻസ് ആണ് നമുക്ക് അൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. ദ ഡ്രഗ്സ് ദാറ്റ് പ്രൊവൈഡ് റിലീഫ് ഫ്രം ദി എയിൽമെൻറ്റ് സിംറ്റംസ് ഓഫ് ഹൈപ്പർ ആസിഡിറ്റി ആർ നോൺ ആസ് അൻറ്റാസിഡ്സ്. ഇപ്പം നമ്മൾ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉണ്ടാവുമ്പം കഴിക്കുന്ന മരുന്നുകളാണ്. പിന്നെ ജലൂസിൽ, ഡയോവോള്, ഡൈജീന്, അൽജല്, അസീഗോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മരുന്നുകളുണ്ട്. അവരെ നമ്മളെന്താണ് പറയുന്നത്, അൻറ്റാസിഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് അത് നോക്കുക. ദ മോസ്റ്റ് കോമൺ ഇൻഗ്രീഡിയൻസ് ഇൻ അൻറ്റാസിഡ് ഡ്രഗ്സ് അവൈലബിൾ ആർ സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അങ്ങനെയുള്ള കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ അൻറ്റാസിഡ്സ്. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ജലൂസിൽ നിന്ന് ആലോചിച്ചാൽ മതി. പിന്നെ വേറെയും ഉണ്ട്. ജസ്റ്റ് ലൈക്ക് റാനിറ്റിഡിൻ, ഒമിപ്രസോൾ, റാബർപ്രസോൾ എക്സെട്ര. ഒമി എന്നൊക്കെ ഒമിപ്രസോളിനെ ചുരുക്കിയിട്ട് പറയാറുണ്ട്. ഒമി കഴിക്കുക, റാനിറ്റിഡിൻ ഹൈഡ്രോക്ലോറൈഡ് കഴിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ 1-2 എക്സാമ്പിൾസൊക്കെ ഓർത്തിരിക്കുക. ഇനി ദ ലാസ്റ്റ് കാറ്റഗറി ആൻറ്റിസെപ്റ്റിക് ആണ്. അപ്പോൾ എന്താണ് ആൻറ്റിസെപ്റ്റിക് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. കെമിക്കൽസ് വിച്ച് ആർ യൂസ്ഡ് എയ്തർ ടു പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് ഓർ കിൽ ഓർഗാനിസംസ് ആർ കാൾഡ് ആൻറ്റിസെപ്റ്റിക്സ്. These are not harmful to living tissues and hence can be safely applied on cuts, wounds, ulcers and diseased skin surfaces. അതായത് നമ്മൾ മുറിവിലെ മൈക്രോ ഓർഗാനിസത്തിനെ കളയാനും അതേപോലെ പിന്നെ നമ്മുടെ സ്കിൻ സർഫസസിൽ എന്തെങ്കിലും പിന്നെ മുറിവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തുടച്ച് നന്നാക്കാനും അങ്ങനെയൊക്കെ നമ്മൾ വൂണ്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെ പോകുമ്പം അവർ യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് ഡെറ്റോൾ. അതേപോലെ നമ്മൾ പിന്നെ തറ തുടക്കാനൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിസെപ്റ്റിക്സ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് മെഡിസിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻറ്റിസെപ്റ്റിക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെറ്റോളാണ്. നമ്മൾ എന്തെങ്കിലും മുറിവൊക്കെ ആയ ഡെറ്റോൾ ഒഴിച്ച് കഴുകുകയൊക്കെ ചെയ്യും. അപ്പം അതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഡെറ്റോൾ എന്ന് പറയുന്നത് ശരിക്കും മിക്സ്ചർ ഓഫ് ക്ലോറോക്സൈക്സിലിനോളും ടെർപ്പിനോളുമാണ്. ടെർപ്പിനിയോള്, ഈ രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് നമുക്ക് ഡെറ്റോളായിട്ട് വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ ബൈതൈനോളാണ്. പിന്നെ അതേപോലെ അയഡിൻ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ആണ്.
then iodoform, boric acid. These are the examples. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡ്രഗ് എന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു. അതായത് ഒരു ഡിസീസിന് ട്രീറ്റ്മെൻറ്റ്, ക്യൂറിങ്, ഡയഗ്നോസിസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രിവെൻഷൻ, ഈ 4 പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഡ്രഗ് എന്ന് പറയുന്നത്. ജനറിക് നെയിം, കെമിക്കൽ നെയിം, ട്രേഡ് നെയിം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിളും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. 5 ടൈപ്സ് ആണുള്ളത്. ആൻറ്റിപൈററ്റിക്സ്, അനാൽജസിക്സ്, ആൻറ്റാസിഡ്സ്, ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ആൻറ്റിസെപ്റ്റിക്സ്. എല്ലാത്തിൻ്റെയും ഡെഫിനിഷനും 2 എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.